യുദ്ധം, സംഘർഷം, അക്രമം എന്നിവയാൽ നിർബന്ധിത കുടിയൊഴിപ്പിക്കപ്പെടലിന് ഇരകളാകുന്നവരുടെ എണ്ണം 120 ദശലക്ഷം ആളുകളിലെത്തിയെന്നും ഇത് ലോകത്തിന്റെ ഏറ്റവും ഭയാനകമായ അവസ്ഥയാണെന്നും UN. ഗസ, സുഡാൻ, മ്യാൻമർ തുടങ്ങിയ ഇടങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളോടെ ആഗോളതലത്തിൽ നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ വീണ്ടും റെക്കോർഡുകൾ തകർത്തതായി UN അഭയാർത്ഥി ഏജൻസി UNHCR അവകാശപ്പെട്ടു. കൂടാതെ ആഗോളതലത്തിൽ ഇങ്ങനെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ ജനസംഖ്യ ഇപ്പോൾ ജപ്പാനുടേതിന് തുല്യമാണെന്ന് UN അഭയാർത്ഥി മേധാവി ഫിലിപ്പോ ഗ്രാൻഡിയുടെ പ്രസ്താവന പറയുന്നു. UNHCRന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം അവസാനത്തോടെ 117.3 ദശലക്ഷം ആളുകൾ അവരുടെ ദേശത്തുനിന്ന് പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ അവസാനത്തോടെ ഈ സംഖ്യ കൂടുതൽ വർദ്ധിച്ചു. ലോകമെമ്പാടുമുള്ള 120 ദശലക്ഷം ആളുകൾ കുടിയൊഴിപ്പിക്കലിൽ ജീവിക്കുന്നതായി UN കണക്കാക്കുന്നു. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കപ്പെടുന്നതിലുണ്ടാകുന്ന പരാജയവും സുസ്ഥിരമായ പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാകാത്തതുമൂലം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം തുടർച്ചയായ 12 വർഷമായി കൂടുകയാണെന്ന് UNHCR ചൂണ്ടിക്കാട്ടുന്നു. 8 വർഷം മുൻപ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മുതൽ കണ്ടുവരുന്ന ഈ വർധനവ് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും UN അഭയാർത്ഥി മേധാവി ഫിലിപ്പോ ഗ്രാൻഡി AFPയോട് പ്രതികരിച്ചു. യുദ്ധങ്ങളും ആക്രമണങ്ങളും കൂടാതെ കാലാവസ്ഥാ വ്യതിയാനവും ജനസംഖ്യാ ചലനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അദ്ദേഹം എടുത്തുകാട്ടി. UNHCR കഴിഞ്ഞ വർഷം മാത്രം 29 രാജ്യങ്ങളിലായി 43 അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിച്ചിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതിന്റെ ഏകദേശം 4 ഇരട്ടിയിലധികം വരുമിത്, ഗ്രാൻഡി പറയുന്നു. രാജ്യങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന രീതി പലപ്പോഴും അന്താരാഷ്ട്ര നിയമത്തെ പൂർണ്ണമായും അവഗണിച്ചും ലംഘിച്ചും കൊണ്ടാണ്. അത് ആളുകളെ ഭയപ്പെടുത്തുക എന്ന പ്രത്യേക ഉദ്ദേശത്തോടെ നടപ്പിലാക്കപ്പെടുന്നുമുണ്ട്. ഇത് തീർച്ചയായും പലായനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്ന പ്രധാന കാരണമാണ്. അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായില്ല എങ്കിൽ ലോകത്തിന് ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുകയില്ല, ഗ്രാൻഡി അഭിപ്രായപ്പെട്ടു. 2023 അവസാനത്തോടെ കുടിയിറക്കപ്പെട്ട 117.3 ദശലക്ഷത്തിൽ 68.3 ദശലക്ഷം ആളുകൾ സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ കുടിയിറക്കപ്പെട്ടവരാണെന്ന് UN റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം അഭയാർത്ഥികളുടെയും അന്താരാഷ്ട്ര സംരക്ഷണം ആവശ്യമുള്ളവരുടെയും എണ്ണം 43.4 ദശലക്ഷമായി ഉയരുകയും ചെയ്തു. മാത്രമല്ല, എല്ലാ അഭയാർത്ഥികളും മറ്റ് കുടിയേറ്റക്കാരും സമ്പന്ന രാജ്യങ്ങളിലേക്കാണ് പോകുന്നതെന്ന ധാരണയെ കൂടി UNHCR എതിർത്തു. ഭൂരിപക്ഷം അഭയാർത്ഥികളും ഇടത്തരം വരുമാനമുള്ള അവരുടെ സ്വന്തം അയൽരാജ്യങ്ങളിൽ തന്നെയാണ് താമസിക്കുന്നത്. സുഡാനിലെ ആഭ്യന്തര യുദ്ധം കുടിയൊഴിപ്പിക്കലിന്റെ ഒരു പ്രധാന ഘടകമാണ്. 2023 ഏപ്രിലിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം 9 ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 2023 അവസാനത്തോടെ ഏകദേശം 11 ദശലക്ഷം സുഡാനികൾ ഇവിടെ നിന്ന് പിഴുതെറിയപ്പെട്ടു. കഴിഞ്ഞ 14 മാസത്തിനിടെ 6 ലക്ഷം സുഡാനികളെ സ്വീകരിച്ച അയൽ രാജ്യമായ ചാണ്ടിലേക്ക് ഇപ്പോഴും ആളുകളുടെ പലായനം നടക്കുന്നുണ്ടെന്നും ഗ്രാൻഡി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും മ്യാൻമറിലും കഴിഞ്ഞ വർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. UN കണക്കാക്കുന്നത് പ്രകാരം ഗസ മുനമ്പിൽ ജനസംഖ്യയുടെ 75% വരുന്ന 1.7 ദശലക്ഷം ആളുകൾ യുദ്ധം മൂലം പലായനം ചെയ്യപ്പെട്ടു. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിനു ശേഷം യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം UN കണക്കാക്കിയത് കഴിഞ്ഞ വർഷം 7,50,000 ആളുകൾ ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്നാണ്. കൂടാതെ യുക്രൈൻ അഭയാർത്ഥികളുടെ എണ്ണം ഇപ്പോൾ 2,75,000 വർദ്ധിച്ച് 6 ലക്ഷമായി ഉയർന്നു എന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു.